നമസ്കാരം. ബെവ്കോ അഥവാ ബിവറേജസ് കോർപ്പറേഷനിൽ വരുത്തുന്ന പല മാറ്റങ്ങളും മന്ത്രി എം രാജേഷ് കൂടി അറിഞ്ഞുകൊണ്ടാണോ നടപ്പാക്കുന്നത് എന്നുള്ള ഒരു ലഘുവായ ചോദ്യം ചോദിക്കുകയാണ്. കാര്യം തലതിരിഞ്ഞ പല പരിഷ്കാരങ്ങളും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ബെവ്കോയിൽ നടപ്പാക്കി വരികയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു തീരുമാനം വന്നിരിക്കുകയാണ്. ഇനി പ്രീമിയം കൗണ്ടറുകളിൽ UPI കാർഡുകളും മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ക്യാഷ് എടുക്കത്തില്ല അത്രേ. അതെന്താണ്? ഈ നാട്ടിൽ ക്യാഷിന് വാല്യൂ ഇല്ലാത്തൊരവസ്ഥയായിട്ടുണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാര്യം ഈ നാട്ടിൽ എല്ലാ മനുഷ്യരുടെ കൈവശവും എപ്പോഴും ATM കാർഡും ഗൂഗിൾ പേയും ഉണ്ടാകണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇല്ലാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരു മന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ പ്രത്യേക താല്പര്യത്തോടു കൂടി ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടി ചിന്തിച്ചിട്ട് വേണ്ടേ അതങ്ങ് നടപ്പിലാക്കാനായിട്ട്? കാര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പലർക്കും ഈ പറയുന്ന ക്യാഷ് അല്ലാതെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളില്ല, പുതിയ കാലത്തെ ഫോണില്ലാത്തൊരവസ്ഥയുണ്ട്. അവർക്കൊന്നും ഒരുപക്ഷെ ആഗ്രഹമുണ്ടെങ്കിൽ പ്രീമിയം കൗണ്ടറിൽ കയറി മദ്യം എടുക്കണ്ട എന്നാണോ? അതൊക്കെ ഈ നാട്ടിൽ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായി പറയാനുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സാമാന്യമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ UPI നെറ്റ്വർക്കുകൾ പലപ്പോഴും ഫോണിന്റെ സെർവറുമായി ബന്ധപ്പെട്ടതാണ്. ആ സെർവറുകൾക്ക് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കാർഡും അല്ലെങ്കിൽ UPI മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സേവനത്തിന് വരുന്ന മനുഷ്യർക്ക് അങ്ങനെ മദ്യം വിൽക്കണ്ട എന്നാണോ മന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഹർഷിത അട്ടല്ലൂരി അതിൻ്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം നടപ്പാക്കുന്ന പല കാര്യങ്ങളും പ്രായോഗിക തലത്തിലുള്ളതല്ല. അതിനെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് ഈ ബാർകോഡ് ഒട്ടിച്ച് മദ്യക്കുപ്പികൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടി 20 രൂപ അധികമായി ഈടാക്കുന്നത്. ഒരു കാര്യം ആലോചിക്കുക, 20 രൂപ മദ്യത്തിന് അധികമായി അവിടെ വരുന്ന ഒരു ഗുണഭോക്താവിൽ നിന്ന് കുപ്പി തിരികെ കൊണ്ടുവരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് അത് ഈടാക്കി വാങ്ങുന്നുണ്ട്. അത് പൈലറ്റാക്കി നടപ്പാക്കിയ ഇടങ്ങളിലെല്ലാം വ്യാപക പരാതിയാണ്. കാര്യം ഇതിപ്പോ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഈ നാട്ടിലെ കുറേയേറെ ഈ ആക്രി കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ്. കാര്യം ആരും ഒരു മദ്യ ബോട്ടിലിന് 20 രൂപ അവരുടെ കൈവശത്ത് നിന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. പലരും ചിലപ്പോൾ യാത്രാവേളയിലായിരിക്കും ഇത് വാങ്ങാറുണ്ടാവുക. അവർക്ക് തിരിച്ച് ഈ ബിവറേജസിൽ തന്നെ വന്ന് ഇതേ ബോട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമേ അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം മാറ്റി നിർത്തിയിട്ട് ഇത് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ, കാര്യം ഏതെങ്കിലും ഒരു നിയമം നടപ്പാക്കുമ്പോൾ എല്ലാത്തരം മനുഷ്യർക്ക് അത് പ്രായോഗിക തലത്തിൽ ചെയ്യാൻ പറ്റണം. കാര്യം ഇങ്ങനെ 20 രൂപ അഡീഷണൽ, കാര്യം അവരിൽ നിന്ന് 20 രൂപ വാങ്ങുകയാണ്. ഒരു പക്ഷേ കുപ്പി തിരികെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ 20 രൂപ വ്യക്തിയെ സംബന്ധിച്ച് നഷ്ടപ്പെടുകയാണ്. കേരളം പോലൊരു പ്രദേശത്ത് മദ്യത്തിന് അത്യാവശ്യം നികുതി ഉള്ളതാണ്. ആ നികുതിയുള്ള സന്ദർഭത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, കാര്യം ഈ പ്രീമിയം ബോട്ടിലുകൾ പലതും പ്ലാസ്റ്റിക്കിൽ വരാറില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് പൊതുവെ മദ്യം വാങ്ങുമ്പോൾ ഈ ചെറിയ ബോട്ടിലുകളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള മദ്യം വാങ്ങാറുള്ളത്. അവർക്കാണ് ഈ ബാർകോഡ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാവരും ഈ കഴിക്കുന്ന കുപ്പി കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നാൽ 20 രൂപ കിട്ടുമെന്ന് പറയുന്നത് അവരിൽ നിന്ന് ഈടാക്കി തിരിച്ചു കൊടുക്കുന്നതാണോ വേണ്ടത്? അതും ഒരു ചെറിയ ബോട്ടിലിനൊക്കെ 20 രൂപ അധികമായി ഈടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ പ്രാഗിക്കൊണ്ടല്ലാതെ ആ പണം കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വിജയകരമാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് പരിശോധിച്ച് നിങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത്? പൊതുജനത്തിൽ നിന്ന് നിങ്ങൾ ഒരു സേവനം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കൂടി ഗുണമാണെന്ന് തോന്നേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇത് ഒരുതരം 20 രൂപ പിടിച്ചു പറിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പലപ്പോഴും പലരും പറയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാര്യം ഈ ബോട്ടിലുകൾ 20 രൂപയ്ക്ക് വേണ്ടി ആരും സൂക്ഷിച്ചു വയ്ക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ എല്ലാത്തരം ആൾക്കാർക്ക്, ഇപ്പോൾ ഈ ബോട്ടിലുകൾ തിരിച്ചു കൊണ്ടുവരുന്നവർക്ക് ബെവ്കോ 20 രൂപ കൊടുക്കുമെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം. ബോട്ടിലുകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് 20 രൂപ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയിൽ നിന്ന് 20 രൂപ അഡീഷണൽ ആയിട്ട് ഈടാക്കിയതിനു ശേഷം പിന്നീട് ഇത് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ 20 രൂപ തരാമെന്ന് പറയുമ്പോൾ ഒരു ഗുണഭോക്താവ് ഒരു സാധനം മേടിക്കാൻ വരുമ്പോൾ അയാളിൽ നിന്ന് അധികമായി പണം ഈടാക്കുകയാണ്, MRPയിൽ നിന്ന് കൂടുതലായിട്ട്. എന്നിട്ട് അത് തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണം തിരികെ കൊടുക്കുമെന്ന് പറയുന്നതിന്റെ പ്രായോഗിക ബുദ്ധി എത്ര ആലോചിച്ചിട്ടും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ 20 രൂപ കൊടുക്കുന്നവർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ കൗണ്ടറിൽ ഇരിക്കുന്നവരെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളും അവർക്ക് ഇതിന്റെ തെറിവിളി കിട്ടേണ്ടി വരുന്നുണ്ട്. സർക്കാർ പിടിച്ചുപറിക്കുകയാണെന്നുള്ള ആക്ഷേപങ്ങൾ പോലും ശക്തമായിട്ടുണ്ട്. ആ പരാതി നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ ഉത്തരവ് കൂടി പുറത്തേക്ക് വരുന്നത്. UPI ഉള്ളവർക്ക് മാത്രം ഇനി പ്രീമിയം കൗണ്ടറിൽ കയറാൻ പറ്റുള്ളൂ. അതൊരു വിശാല ലോകമാണ്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ആൾക്കാർ മാത്രം കയറിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ
UPI ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ കാർഡുകളുണ്ടോ, ക്രെഡിറ്റ് കാർഡുകളുണ്ടോ, ഈ സേവനങ്ങൾ ഉള്ളവർക്ക് മാത്രമായിട്ട് ഒരു സംവിധാനത്തെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ ഒരുതരം മനുഷ്യർക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മന്ത്രി തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് താഴേക്കിടയിലുള്ള മനുഷ്യർ, ഇപ്പോൾ മദ്യപിക്കുന്നത് ഈ നാട്ടിലൊരു മോശം കാര്യമൊന്നുമല്ല, അത് താല്പര്യമുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ആ സേവനം ലഭ്യമാക്കുമ്പോൾ ആ മനുഷ്യരെ പിഴിയുന്നൊരവസ്ഥ അതിലൂടെ ഉണ്ടാകരുത് എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഒപ്പം എല്ലാ ഇടങ്ങളും എല്ലാത്തരം മനുഷ്യർക്കും ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു ഇടത് സർക്കാരിനുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പ്രീമിയം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് വിഭാഗത്തിനുള്ളതാണ്. അവരുടെ കയ്യിൽ കാശ് മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് കുറച്ച് മുന്തിയ മദ്യം എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും പ്രായോഗിക ചിന്ത ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ സെർവർ ഡൗൺ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഈ സിസ്റ്റമെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ എന്താലോചിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടപ്പാക്കുന്നു എന്നുള്ള സാമാന്യമായിട്ടുള്ള ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്.